ഹായ് ഓൾ മൈ ഡിയർ ലവ്സ്, അവനി എസ്എസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ ഇത്രയും ഒരുങ്ങി റെഡിയായി എങ്ങോട്ടെന്നായിരിക്കും നിങ്ങൾ എല്ലാവരും ചിന്തിക്കണത്. ഒരു ആദരവുണ്ട്, എനിക്കല്ല, സ്പെഷ്യലാണ് ഇന്നത്തെ ആദരവ്. സാധാരണ എല്ലാ വേദികളിലും എനിക്ക് ആദരവ് കിട്ടാറുണ്ട്. ഒന്ന് നല്ല അതിജീവിത എന്നുള്ള പേരിൽ, പിന്നെ വേറൊന്ന് നല്ല സിംഗർ അല്ലെങ്കിൽ സരിഗമപ്പയിൽ വന്നു. ഇങ്ങനെയൊക്കെ എൻ്റെ നാട്ടിൽ നിന്ന് ആയാലും പുറത്തുനിന്നായാലും ഒരുപാട് ആദരവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആദരവ് കിട്ടുന്നത് അച്ഛനും അമ്മയ്ക്കുമാണ്. നമ്മുടെ വെഞ്ഞാറമൂടിൽ തന്നെ കാവറ ഭഗവതി ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഇത്രയും നല്ലൊരു മകളുടെ അച്ഛനും അമ്മയ്ക്കും അവർ ആദരവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ പോകാൻ പോണത്. നമ്മളെല്ലാവരും റെഡിയായി, ഞാൻ റെഡിയായി, രാശിപ്പെണ്ണ് റെഡിയായി, അച്ഛനും അമ്മയും ഇപ്പം ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. കോവിലിൽ ഇതുവരെയും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും അറിഞ്ഞത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പം ഇന്ന് ആദരവ് ഏറ്റുവാങ്ങുന്ന രണ്ട് മഹത് വ്യക്തിത്വങ്ങൾ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറാൻ പോവുകയാണ്. ഇന്നത്തെ ആദരവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മാം പറയാനുള്ളത്? അച്ഛൻ ഇച്ചിരി തിരക്കിലാണ് ഗൈസ്. അമ്മ തുടങ്ങിക്കോളൂ. ഇന്നത്തെ ആദരവ് കിട്ടണതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇത്രേ ഉള്ളൂ. എന്തിനാണ് ഈ ആദരവ് നിങ്ങൾക്ക് കിട്ടുന്നത്? അയ്യോ, ഇതുപോലൊരു സൽസ്വഭാവിയും സുന്ദരിയും സുമുഖയുമായ മോളെ കിട്ടിയതിനാണ് നമുക്ക് അവാർഡ് കിട്ടുന്നത്. അതാണ്. അങ്ങനെ ഞാൻ കാരണം എൻ്റെ അച്ഛനും അമ്മയും അവാർഡ് വാങ്ങിക്കാൻ പോവുകയാണ് ഗൈസ്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് ഇറ്റ് ആൻഡ് ഓൾസോ നത്തിങ് ടു സേ. വേറൊരാളെ കാണിച്ചു തരാം ഗൈസ്. അരേ രാപ്പി ജി, ഇതാണ് രാപ്പി. രാപ്പി അപ്പൊ നമ്മള് കാറിൽ വെള്ളം ഒഴിക്കുകയാണ്. അച്ഛാ, റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുന്ന ഈ നിമിഷം, ഇന്ന് കിട്ടാൻ പോകുന്ന അവാർഡ് കൈകളിലേക്ക് ഏറ്റുവാങ്ങാൻ പോകുന്ന ആ നിമിഷത്തെ ഓർത്തുകൊണ്ട് രണ്ട് വാക്ക്. ഞാൻ കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ അവാർഡുകൾ വാരി കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു അവാർഡ് എനിക്കൊരു പുത്തനായിട്ട് തോന്നുന്നില്ല. എന്തോ കുട്ടിക്കാലത്ത് ഞാൻ എല്ലാത്തിനും ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ മത്സരങ്ങളിലും അവാർഡുകൾ വാരി കൂട്ടിയിട്ടുണ്ട്. ആ അവാർഡ് വാരി കൂട്ടിയേണ്ടത് ഒരു സംഭവം ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പ്രത്യേകം ഇട്ടിട്ടുണ്ട്. ഒരു മാസം മുമ്പ് ഇതുപോലെ എൻ്റെ അച്ഛൻ ഒരു തേർഡ് പ്രൈസുമായിട്ട്, സെക്കൻഡ് റണ്ണർ ട്രോഫിയുമായിട്ട് വീട്ടിലെത്തുകയുണ്ടായി. 3 പേര് മാത്രം, വെറും 3 ടീമുകൾ മാത്രം മത്സരിക്കുവാനുണ്ടായിരുന്ന ഷട്ടിലല്ലേ, ഷട്ടിൽ കളിയിൽ എന്റെ അച്ഛൻ 3ാം സ്ഥാനം വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വന്നു. ഇവൻ ഏതടേ? അതാണ് നമ്മളെ വീട്ടില് ബഗി എന്ന പേരുള്ള ഒരു കറുത്ത പൂച്ചയുണ്ട്. ആ പൂച്ചയുടെ 2 കൊച്ചുങ്ങളെ ഈ നിൽക്കുന്ന വൃത്തികെട്ടവൻ പോടാ, അയ്യോ വേണ്ട, ഇവൻ പിടിച്ചോണ്ട് പോയി എന്നാണ് ഞാനിപ്പോൾ അറിയുന്നത്. ഞാൻ ഹോസ്റ്റലിലായോണ്ട് അറിഞ്ഞില്ല ഗൈസ്. കണ്ടാ, നമ്മൾ സാരി വൃത്തിയാക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഹാപ്പി, ഡു യു ഹാവ് എനിത്തിങ് ടു സേ? ചിറ്റമ്മയുടെ മകളും മകനും ഇന്ന് ആദരവ് വാങ്ങിക്കാനായി പോവുകയാണ്. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ആദരവ് വാങ്ങിക്കാൻ പോകുന്നത് നല്ല കാര്യമില്ലേ? ഇതുപോലെ ഒരു കൊച്ചിനെ കിട്ടിയത് അവിടെ ഭാഗ്യമില്ല. അതോ ആ ഒരു വരി ഒന്നുകൂടെ എടുത്ത് ഒച്ചത്തില്. അത് അവരെ രണ്ടുപേരും ഭാഗ്യമാണ് നിന്നെ പോലെ ഒരു കൊച്ചിനെ കിട്ടിയത്. അതാണ് കേട്ടത്, നിങ്ങള് കേക്കണം. അവർ രണ്ടുപേരും പോയി നിന്റെ ഒപ്പം പോയി ഇത് വാങ്ങിക്കുന്നത് ഏറ്റവും അവാർഡ് വാങ്ങിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ചെറുക്കൻ എന്തിനൊക്കെ പറയാറുണ്ട്. മക്കൾ പോയി വാങ്ങിക്കിട്ടു, അച്ഛനും അമ്മയും പോയി കൊടുക്കും. പിന്നെ അനിയത്തി എന്ന് പറയുന്നത് നല്ല സ്വഭാവവും നല്ലതുള്ള. ഓ മതി മതി മതി, അനിയത്തിയെ കുറിച്ച് ഇവിടെ ആരും ഒന്നും ചോദിച്ചില്ല, എന്നെ കുറിച്ച് മാത്രം മതി. അപ്പൊ നമ്മുടെ കഥാനായകൻ വണ്ടികളിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കുന്നു. കയറി. നായിക കയറാനില്ലേ? നായിക ഫ്രണ്ടിൽ കയറൂല, ബാക്കിലേ നായികക്ക് ഇടമുള്ളൂ. നമുക്ക് സുമംഗലിയുടെ അടുത്ത് മാറാൻ പറയണം. ബാക്കി വിശേഷങ്ങൾ വണ്ടി കയറിയിട്ടാക്കാം സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ. ഇത്രയും നേരം നിങ്ങൾ ബാക്ക് ക്യാമറയിലാണ് വിശേഷങ്ങൾ കേട്ടത്. പിന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ എന്നെയും കൂടെ കാണട്ടെ. കാർ റെഡിയായി, കാർ പോകുന്നുണ്ട്, അമ്മ കയറുന്നുണ്ട്. അപ്പോയോ വണ്ടി ലോക്ക്. യെസ്, നമ്മൾ വണ്ടിയിൽ കയറി ഗൈസ്.
അയ്യോ വാടി രാശി. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും വണ്ടിയിൽ കയറി നമ്മൾ പരിപാടിയല്ലല്ലേ ആദരവ് നടക്കുന്ന കോവിലിലേക്ക് പോവുകയാണ്. ഓക്കെ ബൈ. അപ്പൊ നമ്മൾ കോവിലിലേക്ക് എത്താറായി. നമ്മൾ കുറുക്ക് വഴികളിലൂടെയാണ് കോവിലിന്റെ സന്ദർശിക്കാൻ പോകുന്നത്. പിന്നെ എൻ്റെ ലാംഗ്വേജ്, കുറെ പേര് എൻ്റെ ലാംഗ്വേജിന് നല്ലതും പറഞ്ഞ് കുറെ പേര് എൻ്റെ ലാംഗ്വേജ് മാറ്റണമെന്നും പറഞ്ഞ് അതെന്തിനാ കുറെ പേര്. സത്യത്തില് ഞാൻ ഇത്തിരി ജാടടിച്ച് സംസാരിക്കാൻ എനിക്കറിയാം. പിന്നെ ഞാൻ സംസാരിക്കാത്തതാണ്. ഞാനായിട്ടിരുന്നാ പോലെ. പിന്നെ ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷ ഇതാണ്. ഫോൺ എണീറ്റ് ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷ ഇതാണ്. എനിക്ക് മാനമര്യാദയ്ക്ക് സംസാരിക്കാനൊക്കെ അറിയാം. പക്ഷേ എന്തിനാണ് പക്ഷേ നമ്മളിങ്ങനെ അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമുക്കിടയിൽ ഒരു വല്ലാത്ത ഡിസ്റ്റൻസ് വരും. ഇപ്പം ഞാനൊരു വലിയ ആളായിട്ട് അല്ലെങ്കിൽ ഞാനൊരു ഭയങ്കര എന്തോ കണക്കൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും വെറുക്കും, എനിക്കും എന്നെ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തനി തിരുവനന്തപുരമൊന്നും അല്ല എൻ്റെ ഭാഷ, എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ സംഭവം ഞാൻ ഇത്രയും ഇതായിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു. ഞാൻ എന്നെ എവിടെ ഇരുന്ന് കളിയാക്കാണ്. ഞാൻ അച്ഛറ്റ് നിർത്തിക്കാണ്, വണ്ടി നിറക്കി വിടും പറഞ്ഞേക്കാം. അച്ഛ അടി മേടിക്കും, വരട്ടിയാലും ഇനി കാര്യം. ആ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം. ഇന്നലെ എൻ്റെ അച്ഛൻ ഞാനുമായിട്ട് വഴക്കിട്ടുകൊണ്ട് ഷട്ടിൽ കളിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, നിന്റെ അഹങ്കാരത്തിന് നിന്റെ മൂക്കിൽ കോക്ക് കയറും എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയി. പക്ഷെ മൂക്കിലൊന്നും കോക്ക് കയറിയില്ല. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു കാലില്ല. എൻ്റെ അച്ഛൻ്റെ ഒരു കാല് ഇപ്പൊ ഞൊണ്ടിയാണ് അച്ഛൻ നടക്കണത്. വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അച്ഛൻ്റെ മൂക്കിൽ കോക്ക് കയറാത്തതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. കാല് പോയാൽ എനിക്ക് സങ്കടമേ ഉള്ളൂ. അപ്പൊ നമ്മള് കോവിലിൽ എത്തി. നമുക്കിനി ഇവിടെ നിന്ന് നടന്നും കയറിയാൽ മതി. വണ്ടി കൊണ്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് വേദിയുടെ വെളിയിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും ആദരവ് വാങ്ങിക്കുന്നത് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഫോട്ടോ അല്ല, ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. ഓക്കെ, ഭയങ്കര ചുമ. എടി രാശി, അച്ഛനും അമ്മയും ഇന്ന് ആദരവ് വാങ്ങിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിനക്ക് പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായം. എന്നിട്ട് വരട്ട് ആദരവ് വാങ്ങിച്ചപ്പോൾ എന്റെ പവനെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നിങ്ങൾ കാണുന്നത്. ആദരവ് വാങ്ങാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും. ഒറ്റ മനുഷ്യ ഇവിടെ വേറെ ആരുമില്ല. പക്ഷെ ഒരു ലോഡ് കസേരകളുണ്ട്, സ്റ്റേജുണ്ട്. ഇതാണ് കോവിൽ. ഇതാണ് കാവറ ഭഗവതി ക്ഷേത്രം. മുറുക്കുണ്ട്, കളിപ്പാട്ടമുണ്ട്. തുടർന്ന് രാത്രി 7 മണി മുതൽ തിരുപ്പൻകൂട് നമ്മൾ കോവിലെത്തി. കയറി തൊഴുതില്ല. അച്ഛൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയേക്കൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇതാണ് സ്റ്റേജ്. ഇന്ന് ഇവർക്ക് ആദരവ് കൊടുക്കാൻ പോണത് ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ്. പിന്നെ ഹലോ, ഒരു ഹായ് പറയൂ. ഹായ്. അപ്പം ഇത് എൻ്റെ യൂട്യൂബ് ചാനലിൽ വരും. എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുന്നവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? കട്ട് ചെയ്തൊന്ന് തയ്യാറായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. അമ്മയ്ക്ക് കത്തി വയ്ക്കാൻ ആളിനെ കിട്ടി. അതുകൊണ്ട് അമ്മ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ എത്തി. അച്ഛൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നു. എനിക്ക് ചെറിയ ഒരിത്, കാരണം ഞാൻ ഇപ്പോഴാണ് പുറം ലോകത്തോട്ട് ക്യാമറയും കൊണ്ട് ഇറങ്ങിയേക്കണം. അതിൻ്റെ ഒരു ചെറിയ ഒരു എന്തോ ഒരിത് എനിക്കുണ്ട്. കുഴപ്പമില്ല, തയ്യാറായിട്ട് വന്നാൽ മതി. ഇവള് ഇങ്ങനെ ക്യാമറ ഇവിടെ അതാണ്. ഇങ്ങനെയാണ് ക്യാമറ. എനിക്ക് പേടിയായിരുന്നു ആൾക്കാരെല്ലാം ക്യാമറയും കൊണ്ട് ഇറങ്ങിയിട്ട് വല്ലതും പറയുമെന്ന്. അതാണ് MLA സാർ ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ ചോദിക്കാം. നമ്മുടെ വാമനപുരത്തിന്റെ സ്വന്തം
MLA ഹലോ DK മുരളി സാറിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ ഹലോ ഓ, ഞാൻ വ്ലോഗ് ചെയ്ത് ഇതുവരെ എത്തി. ഇതാണ് നമ്മുടെ മാമപുരത്തിന്റെ സ്വന്തം DK മുരളി സാറ്. സാർ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം. അവരുടെ എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായിട്ടും അവന് നമ്മുടെ മലയാളത്തിൽ ഉയർന്നു വരുന്നൊരു ഗായികയാണ്. അവന് ഞങ്ങളുടെ വെഞ്ഞാറമൂടിൻ്റെ അഭിമാനമാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഗായികയായി മാറിക്കഴിഞ്ഞു. എല്ലാവരും അവനയുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ആസ്വദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ഗസ്റ്റുകൾ എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇപ്പൊ തൊഴുതിട്ട് വരാം. അതാണ് നമ്മുടെ പ്രസിഡന്റ് ആന്റി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ശരി, ബൈ ബൈ. അപ്പം നമ്മൾ DK മുരളി സാറിനെ കണ്ട് സംസാരിച്ച് ഇറങ്ങി. കോവിലിന്റെ ഫ്രണ്ട് കാണിച്ചു തരാം. അകത്തോട്ട് കൊണ്ട് കയറണില്ല, തൊഴുതിട്ട് വരാം. ടാറ്റാ. നിൽക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളും ഈ സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് ദേവീ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. കടല്. അപ്പം നമ്മള് കോവിലില് തൊഴുത് ഇറങ്ങി. ഞാനും യാസിയും അച്ഛനും ഒക്കെ ഇറങ്ങി. എല്ലാരും അന്തം വിട്ട് നോക്കണല്ല. ഇതുകൊണ്ടാണ് ഇപ്പൊ മനസ്സിലായ. എനിക്കൊന്നും തോന്നിയില്ല. എവക്കൊന്നും തോന്നൂല, ബാക്കിയുള്ളവരൊക്കെ തോന്നും. അപ്പം ആൾക്കാർ ഓരോരുത്തരായിട്ട് സീറ്റിൽ ഇരുന്ന് തുടങ്ങി. ഗൈസ്, പാട്ട് പാടുമ്പോഴേ ആൾക്കാരെല്ലാം നോക്കൂലേ? അത് കണക്കാണ്. അത് സ്റ്റേജ്, വലിയ ആൾക്കാര്. ഇത് കണക്കാണ്. ഫോണും കൊണ്ട് നടുറോട്ടി ആൾക്കാരുടെ കൂടെ ഹലോ ഗൈസ് എന്ന് പറഞ്ഞു നടക്കണത്. എനിക്ക് അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു നാണക്കേടുണ്ട്. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, അത് നമ്മള് ശീലിക്കും. ഇതാണ് കോവിൽ. കുറെ പേരുണ്ട് അവിടെ. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. അവിടെ അച്ഛനും അമ്മയും ഹസി ആൻറ്റീൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഹസി ആൻറ്റീയുടെ ഹസ്ബൻഡിൻ്റെ അടുത്താണ് നമ്മൾ നേരത്തെ വിശേഷം ചോദിച്ചപ്പോഴത്തേക്കും കട്ട് ചെയ്തിട്ട് പോവാൻ പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഇവർ തുടങ്ങട്ടെ, പരിപാടി തുടങ്ങുമ്പോഴത്തേക്കും തുടങ്ങാറായി. MLA ഒക്കെ ഇറങ്ങി. MLA ഒക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് എന്തൊരു ഒന്നും പറയാൻ അങ്ങോട്ട് വരണില്ല. ഇതാണ് അച്ഛൻ്റെ അവസ്ഥ. അമ്മ ഇവിടെ ഉണ്ട്. പരിപാടി തുടങ്ങാറായി. ഞാൻ ഇനി ഇതൊക്കെ ഇട്ട് കണ്ട് ഈ കയറ് ചാടി കിടക്കണം. പ്രയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയത്തിലാണ് ഞാൻ സത്യത്തിൽ ഇവിടെ നിൽക്കണം. ഞാൻ പ്രയർ പാടാൻ വേണ്ടി ലളിതാ സഹസ്രനാമമൊക്കെ എടുത്തോണ്ട് വന്ന്. നമുക്ക് നോക്കാം. മാതാപിതാക്കളായ ശ്രീ ശിവപ്രസാദ്, ശ്രീമതി സതിജ എന്നിവർക്ക് ഉപഹാരം നൽകുന്നതിനായി ബാലേന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുവാനായി ശ്രീ ശിവപ്രസാദ്, ശ്രീമതി സതിജ എന്നിവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ പരിപാടി കവം ചുമ ഒരു ഹായ് ഹായ്. ഇതൊരു സന്തോഷ്, വേറൊരു സന്തോഷ്. രണ്ട് സന്തോഷമാണ്.
നമ്മള് മഹത് വ്യക്തിത്വങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. അച്ഛാ, how is it? ഈ ആദരവ് സന്തോഷം ഒരു പുത്തരിയല്ല. ഇതാണ് അഹങ്കാരം. കുട്ടിക്കാലത്ത് സന്തോഷം വാങ്ങിയിട്ടുള്ള മതി സന്തോഷം കൊറേ വാങ്ങിച്ചു. അധ്യാപകർ അച്ഛൻ വാങ്ങിച്ച്. അച്ഛന് കുട്ടിക്കാലത്ത് നുണക്കഥ പറയണേല് ഫസ്റ്റ് ആയിരുന്നു. അധ്യാപകരിൽ നിന്ന് ചൂരൽ കൊണ്ട് വാങ്ങിയിട്ടുള്ള ആദരവിനെക്കാളും വലുതും. ഓ അയ്യോ, അമ്മ പുറകുണ്ട്. ഇരുട്ടായതുകൊണ്ടും മേക്കപ്പ് മൊത്തം ഒലിച്ചു പോയത് കൊണ്ടും അമ്മയുടെ മുഖം നമുക്ക് ക്ലിയർ ആയി കാണാൻ കഴിയില്ല. ലൈറ്റ് ആയിട്ട് എന്ത് കഴിക്കും? നമുക്ക് ലൈറ്റ് ആയിട്ട് എന്ത് കഴിക്കാം? നിങ്ങൾ പറയൂ സുഹൃത്തുക്കളെ, നമുക്ക് ലൈറ്റ് ആയിട്ട് എന്ത് കഴിക്കാം? അയ്യോ മതി. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ബൈ ഗൈസ്.